ഖത്തറിന് നേരെയുള്ള ആക്രമണങ്ങൾ ഇറാൻ തുടരുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വാതകപ്പാടമായ ഇറാന്റെ സൗത്ത് പാർസ് പൂർണ്ണമായും തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ ഈ മേഖല ലക്ഷ്യം വെക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ഇറാനിലെ സൗത്ത് പാർസ് വാതകപ്പാടത്തിന് നേരെ ഇസ്രായേൽ ഇനി ആക്രമണം നടത്തില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. എന്നാൽ ഖത്തറിന് നേരെ ആക്രമണം തുടർന്നാൽ കനത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം ഇറാന്റെ സൗത്ത് പാർസ് മേഖലയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ലായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ ഇറാൻ ഇനി ഖത്തറിനെ ആക്രമിക്കാത്ത പക്ഷം ഇസ്രായേൽ സൗത്ത് പാർസിന് നേരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തില്ല. എന്നാൽ ഖത്തറിനെ വീണ്ടും ലക്ഷ്യം വെച്ചാൽ അമേരിക്ക നേരിട്ടിടപെടും. ഇറാന്റെ സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡ് ലോകം ഇന്നുവരെ കാണാത്ത കരുത്തിൽ അമേരിക്ക തകർക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം അമേരിക്കയുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഈ നീക്കമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പശ്ചിമേഷ്യയിൽ നടന്ന സംഭവങ്ങളിലുള്ള ദേഷ്യം കാരണമാണ് ഇറാനിലെ പ്രധാനപ്പെട്ട സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നും ആകെ വിസ്തൃതിയുടെ താരതമ്യേന ചെറിയൊരു ഭാഗത്തിന് മാത്രമാണ് ആഘാതം ഏറ്റിട്ടുള്ളതുമെന്നാണ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിൽ ട്രംപ് പറയുന്നത്. ഖത്തറിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യം വെച്ചത് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഖത്തറിന് നേരെയുള്ള ആക്രമണം തുടർന്നാൽ അമേരിക്ക നേരിട്ട് ഇടപെട്ട് ഇറാന്റെ വാതകപ്പാടം തകർക്കുമെന്നാണ് ഭീഷണി. അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ ദ്രവീകൃത പ്രകൃതിവാതക കയറ്റുമതി പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഖത്തറി സമുച്ചയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ വ്യാപകമായ നാശനഷ്ടം സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഈ മാസം ആദ്യം ഉൽപാദനം നിർത്തലാക്കുന്നതിന് മുൻപ് ആഗോള വിതരണത്തിന്റെ 1/5 ഭാഗത്തോളം നൽകിയിരുന്ന LNG പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായത്. 4 മിസൈലുകളെ തടഞ്ഞെങ്കിലും 1 നിർവീര്യമാക്കാൻ സാധിച്ചില്ല എന്ന് അധികൃതർ അറിയിച്ചു. മേഖലയിലെ പ്രധാന ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. സമാധാന ചർച്ചകൾക്ക് പകരം ആക്രമണ പ്രത്യാക്രമണങ്ങൾ വർദ്ധിക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇപ്പോഴും ഏതാണ്ട് അടഞ്ഞ നിലയിലാണ്. ഇറാനിലെ ഭീമൻ സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡ് ഇസ്രായേൽ ആക്രമിച്ചതിനെ തുടർന്ന് അസംസ്കൃത വസ്തുക്കളുടെയും പ്രകൃതിവാതകത്തിന്റെയും വില ഇന്നലെ രാവിലെ കുതിച്ചുയർന്നു. ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലെ നിരവധി ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. റാസ് ലഫാനെതിരെയുള്ള പ്രതികാര ആക്രമണം പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് വുഡ് മെക്കൻസി ലിമിറ്റഡിന്റെ കൺസൾട്ടൻസിയിലെ യൂറോപ്പ് ഗ്യാസ് ആൻഡ് LNG ഡയറക്ടർ ടോം മാർസെക്മാൻസർ പറഞ്ഞു. വ്യാവസായിക സമുച്ചയത്തിന്റെ ഏത് ഭാഗമാണ് തകർന്നതെന്ന് തങ്ങൾക്ക് ഇതുവരെ അറിയില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ വിപണി തുറക്കുമ്പോൾ ഗ്യാസ് വില എന്താകുമെന്ന് പറയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണം കടുപ്പിച്ചതോടെ രാജ്യാന്തര വിപണിയിൽ എണ്ണവില 5% കൂടി വർദ്ധിച്ച് ബാരലിന് $108 യുദ്ധം തുടങ്ങിയ ശേഷം എണ്ണവിലയിൽ 50% വർധനവാണ് ഉണ്ടായത്. എണ്ണ വിതരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ട്രംപ് ഭരണകൂടം വെനിസ്വേലയ്ക്ക് മേലുള്ള ഉപരോധങ്ങളിൽ ഇളവ് വരുത്തി. അമേരിക്കൻ കമ്പനികൾക്ക് വെനിസ്വേലയുടെ എണ്ണ കമ്പനിയുമായി ഇടപാടുകൾ നടത്താൻ അനുമതി നൽകി. അതേസമയം ഖത്തറിലെ ഇറാൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കെതിരെ കനത്ത നടപടിയുമായി വിദേശകാര്യ മന്ത്രാലയം. സെക്യൂരിറ്റി അറ്റാഷെ, മിലിറ്ററി അറ്റാഷെ, ജീവനക്കാർ എന്നിവർ 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഉത്തരവിട്ടു. എംബസിയിലെ സൈനിക അറ്റാഷെയും സുരക്ഷാ അറ്റാഷെയും 2 അറ്റാഷെ ഓഫീസുകളിലെയും ജീവനക്കാർ എത്രയും വേഗം രാജ്യം വിടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എംബസിക്ക് അയച്ച ഔദ്യോഗിക കുറിപ്പിൽ വ്യക്തമാക്കി. ഇറാൻ എംബസി ജീവനക്കാരെ പേഴ്സൺ നോൺ ഗാറ്റ ആയി പ്രഖ്യാപിച്ചു. ഖത്തറിൽ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളും രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും ലംഘിച്ചതിനും മറുപടിയായാണ് ഈ തീരുമാനമെടുത്തതെന്ന് മന്ത്രാലയം വിശദീകരിച്ചു. അന്താരാഷ്ട്ര നിയമ തത്വങ്ങളുടെയും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ പ്രമേയത്തിന്റെയും ലംഘനമാണ് ഇറാൻ നടത്തുന്നത്. ഇറാൻ ശത്രുതാപരമായ സമീപനം തുടരുന്നത് ഖത്തറിന്റെ പരമാധികാരം, സുരക്ഷ, ദേശീയ താൽപര്യങ്ങൾ എന്നിവയെ ചോദ്യം ചെയ്യുന്നതാണെന്നും വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.